നമസ്കാരം, ഞാൻ സിജു രാജൻ. ഇന്ന് പലപ്പോഴും പല ബിസിനസ് ആരംഭിച്ച് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടാക്കുന്നു, വിൽപ്പന കൂടുന്നു, എക്സ്പോർട്ടിങ്ങിലേക്കൊക്കെ എൻ്റർ ചെയ്യുന്നു. പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ഈ ബിസിനസ്സിനെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതും കാണാറുണ്ട്. പല കാരണങ്ങൾ കൊണ്ട്, ഒരുപക്ഷെ ഫൈനാൻസിൻ്റെ പ്രശ്നമാകാം, എംപ്ലോയീസിൻ്റെ പ്രശ്നമാവാം, പല കാര്യങ്ങൾ കൊണ്ട് ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള പല ബിസിനസ്സുകളും ഇന്ന് നോക്കുന്ന സമയത്ത് ആ ബിസിനസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ആ ബിസിനസ് അങ്ങ് പൂട്ടിപ്പോയി. വലിയ രീതിയിൽ ഹൈപ്പ് ഉണ്ടാക്കി വന്നിട്ടുള്ള പല ബിസിനസ്സുകളും ഒരു സ്റ്റേജ് കഴിയുന്ന സമയത്ത് ആ ബിസിനസ് അങ്ങ് തകർന്നു പോകുന്നു. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ബിസിനസ് അങ്ങ് ഇല്ലാതായിട്ട് മാറുന്നു. ഇതിനുള്ള റീസൺ എന്താണ്? വളർച്ച പെട്ടെന്നാണോ സംഭവിക്കേണ്ടത്? എന്ന് വെച്ചാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അടുത്ത മാസം മുതൽ വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ബിസിനസ് വളരുന്നുണ്ട്. അത് ശരിക്കും ആപ്റ്റായിട്ടുള്ള രീതിയാണോ? ആണെന്നല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വളർച്ച എപ്പോഴും ഉണ്ടാവേണ്ടത് ഘട്ടം ഘട്ടമായിട്ടാണ്. അല്ലാത്ത പക്ഷം പെട്ടെന്നൊരു രീതിയിലൊരു വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തകരാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. എക്സ്പീരിയൻസിലൂടെയാണ് പലപ്പോഴും നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത്. ആ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ ഘട്ടത്തിലൂടെയും നമ്മൾ കടന്നു പോയേ പറ്റൂ. പെട്ടെന്നൊരു ദിവസം സക്സസ് ആയി കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇന്ന് പല സെലിബ്രിറ്റീസും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസൊക്കെ സക്സസ് ആവുന്നത് പോലെ പെട്ടെന്ന് സക്സസ് ആവും, പെട്ടെന്ന് തന്നെ അവരിന്ന് വീഴുകയും ചെയ്യും. ബിസിനസ്സിനകത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ പെട്ടെന്ന് സക്സസ് ആവുന്നു, പെട്ടെന്ന് വീഴുന്നു. ഇതിനുള്ള റീസൺ എന്താണ്? ബിസിനസ്സിൻ്റെ ഫൗണ്ടേഷൻ ശക്തമായിട്ട് ബിൽഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ബിസിനസ്സിൻ്റെ അടിത്തറ സ്ട്രോങ് അല്ല എന്നുള്ളത് തന്നെയാണ്. ഏതൊരു ബിസിനസ്സുകാരനും ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് ആ ബിസിനസ്സിൻ്റെ അടിത്തറ ഏറ്റവും സ്ട്രോങ് ആക്കുക. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തെല്ലാം കാര്യങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഒരു ബിസിനസ്സിൻ്റെ അടിത്തറ? ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. 3 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഈ പറയുന്ന 3 കാര്യങ്ങൾ ബിസിനസ്സിനകത്ത് വളരെ നല്ല രീതിയിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുക. ഒന്നാമത്തേതാണ് ഫൈനാൻസ്, പണം. നമുക്കറിയാം, ഇന്ന് പലരും പറയാറുണ്ട് പണമില്ലാതെ നിങ്ങൾക്ക് 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ. പക്ഷേ റിയാലിറ്റി അതൊന്നുമല്ല. നിങ്ങൾക്കറിയാമല്ലോ, അത്തരത്തിൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ പണം വളരെ അനിവാര്യമായിട്ടൊരു ഘടകമാണ്. പണമില്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയത്തില്ല, ബിസിനസ് മുന്നോട്ടേക്ക് നയിക്കാൻ കഴിയത്തില്ല. ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് നിങ്ങളുടെ കയ്യിൽ വേണം ഇനി യു ആർ എൻറ്ററിങ് ടു എ ബിസിനസ്. കാരണം ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കുക, നിങ്ങളൊരു റീറ്റെയിലേഴ്സിന് പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഇത് കടയിൽ വെക്കണം എന്നുണ്ടെങ്കിൽ കടയിൽ വെച്ച ഉടനെ തന്നെ കടക്കാരൻ നമുക്ക് പൈസ തരത്തില്ല. അവിടെ കടം വയ്ക്കും. അതായത് ക്രെഡിറ്റിനാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ പക്ഷേ ഒരിക്കലും നമ്മൾ മാനുഫാക്ചറിന് ഈ ക്രെഡിറ്റ് അനുവദിക്കത്തില്ല. നമ്മൾ മാനുഫാക്ചർ പ്രൊഡക്റ്റ് തന്ന ഉടനെ തന്നെ നമ്മളെ പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ എംപ്ലോയീസിന് ഒരിക്കലും ക്രെഡിറ്റ് പറയാൻ കഴിയത്തില്ല, നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇൻകം എന്ന് പറയുന്നത് പലപ്പോഴും ക്രെഡിറ്റ് ആയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. സോ ആ സമയത്തേക്കുള്ള റോളിംഗ് എമൗണ്ട് നമ്മുടെ കയ്യിൽ വളരെ അനിവാര്യമാണ്. അല്ല എങ്കിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. പല ബിസിനസ്സും ഫെയിലിയർ ആവുന്നതാണ്. കയ്യിൽ ലിക്വിഡ് ആയിട്ടുള്ള എമൗണ്ട് ഇല്ല. വളരെ ആവേശത്തിൽ നല്ല രീതിയിൽ അങ്ങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ ബിസിനസ് റൺ ചെയ്യുന്ന സമയത്തേക്കും പൈസ അങ്ങ് തീരുന്നു, ബിസിനസ് റൺ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. സോ റോളിങ്ങിനുള്ള പൈസ കരുതി വയ്ക്കുക, ഒന്ന്. രണ്ടാമത്തേത്, ബിസിനസ്സിലെ തുടക്കത്തിൽ ഇനീഷ്യൽ എക്സ്പെൻസ് ചുരുക്കാനായിട്ട് പലരും പല വളഞ്ഞ വഴികളും ആലോചിക്കാറുണ്ട്. ഇപ്പോൾ ചെറിയ ഉദാഹരണം പറയാം. പലപ്പോഴും ഇത്തരത്തിലുള്ള വളഞ്ഞ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ആപത്തുണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങളിതിനെ പലപ്പോഴും ഞങ്ങളുടെ വരുന്ന ക്ലയൻസ് ഇത്തരത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഒന്ന്, ഇപ്പോൾ പല രജിസ്ട്രേഷൻസും അവർ ചുരുങ്ങിയ റേറ്റിന് ചെയ്യാനായിട്ട് നോക്കും. ഉദാഹരണത്തിന് ISO സർട്ടിഫിക്കേഷൻ, ഗൂഗിൾ ISO സർട്ടിഫിക്കേഷൻ നമ്മൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും 3000 രൂപ, 4000 രൂപ, 5000 രൂപയ്ക്ക് ISO സർട്ടിഫിക്കേഷൻ എടുത്ത് തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള 6999 രൂപയ്ക്ക് യുൽ ഗെറ്റ് ISO സർട്ടിഫിക്കേഷൻ. ആ രീതിയിലുള്ള പരസ്യമൊക്കെ കാണാറുണ്ട്. മറ്റുള്ള പല കൺസൾട്ടൻസിയും ചാർജ് ചെയ്യുന്നത് 20,000 രൂപ, 30,000 രൂപ, ആ ഒരു റേഞ്ചിൽ, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷനൊക്കെ ആണെങ്കിൽ 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപയൊക്കെ ചാർജ് ചെയ്യാറുണ്ട്. ഈ എക്സ്പോർട്ട് സമയത്താണെങ്കിലും ഒപ്പം തന്നെ ഗവൺമെൻറ് ടെൻഡറിലൊക്കെ പങ്കെടുക്കാനാണെന്നുണ്ടെങ്കിലും ISO സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ ഈ ISO ഇത്രയും പൈസ കൊടുത്തിട്ട് എന്തിനെടുക്കുന്നു? നമുക്കൊരു 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ISO സർട്ടിഫിക്കേഷൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ 3000 രൂപ കൊടുത്തിട്ട് ISO സർട്ടിഫിക്കേഷൻ എടുക്കും. പക്ഷേ ഈ സർട്ടിഫിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ട സമയത്താണ് ഇതിൻ്റെ പ്രശ്നം മനസ്സിലാക്കുന്നത്. എക്സ്പോർട്ടിങ് സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ടെൻഡറിലൊക്കെ പങ്കെടുക്കുന്ന സമയത്തോ ഈ എടുത്തിട്ടുള്ള ISO സർട്ടിഫിക്കേഷൻ പറ്റത്തില്ല. കാരണം ഇത് IAF, ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷൻ ഫോറം അംഗീകരിച്ചിട്ടുള്ള ISO അല്ല എന്ന് പറഞ്ഞിട്ട് അത് റിജക്റ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഒന്നും ചെയ്യാനായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു. ആ ടെൻഡറിലോ അല്ലെങ്കിൽ എക്സ്പോർട്ടിങ്ങിലുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ ഇനിഷ്യൽ സ്റ്റേജിലുള്ള ആ ഒരു പണം നഷ്ടപ്പെട്ടു, നമ്മുടെ സമയം നഷ്ടപ്പെട്ടു. ഇനി ആദ്യം നമ്മൾ ISOന് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പണം ലാഭിക്കാനായിട്ട് നമ്മൾ ഇനീഷ്യലി ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീട് നമുക്ക് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ മറ്റൊരു കാര്യമാണ്. കാരണം ഈ 1000 രൂപ 2000 രൂപ ലാഭിക്കാനായിട്ട് പലരും ഓൺലൈനായിട്ട് വളരെ ചുരുങ്ങിയ റേറ്റിൽ ട്രേഡ് മാർക്ക് അങ്ങ് രജിസ്റ്റർ ചെയ്യാനായിട്ട് കൊടുക്കും. ബേസിക് ആയിട്ടുള്ള സെർച്ച് പോലും ചെയ്യാതെ പലപ്പോഴും പല ഏജൻസീസും ട്രേഡ് മാർക്ക് അങ്ങ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ടാർഗറ്റ് തികയ്ക്കുക എന്നുള്ളതാണ്. കുറേ കോൾ സെൻറ്റേഴ്സിൽ ആൾക്കാരെ വെച്ചുകൊണ്ട് കൂടുതൽ ആൾക്കാരെ വിളിച്ച് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്ത് മാക്സിമം ട്രേഡ് മാർക്കുകൾ അങ്ങ് കളക്ട് ചെയ്യുക. ആ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കളക്ട് ചെയ്യുക, മാക്സിമം പണം വാങ്ങുക. ഓരോന്നും കൃത്യമായിട്ട് കൺസൾട്ട് ചെയ്ത് ഈ പേര് കിട്ടുമോ കിട്ടില്ലയോ അത്തരത്തിലുള്ള രീതിയിലുള്ളൊരു കൺസൾട്ടിങ് പലപ്പോഴും ഇത്തരം സ്ഥാപനങ്ങൾ കൊടുക്കാറില്ല. കാരണം വാങ്ങുന്നത് വളരെ തുച്ഛമായിട്ടുള്ള പ്രൊഫഷണൽ ഫീസാണ്. അവർക്കത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്രശ്നം വരുന്നത് ഇത് നിങ്ങൾ എന്തെങ്കിലും ഒരു പേര് എടുത്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് മാർക്ക് അങ്ങ് രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തു, ഒബ്ജക്ഷൻസ് വന്നു, ഒബ്ജക്ഷൻസിന് എമൗണ്ട് വാങ്ങി, ഹിയറിംഗ് വന്നു, ഹിയറിങ്ങിന് എമൗണ്ട് വാങ്ങി, അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ടാണ് പറയുന്നത്. ഇതെല്ലാം വാങ്ങി എന്നിട്ട് നിങ്ങൾക്ക് പേര് കിട്ടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ആ പേര് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പാക്കിംഗ് കവേഴ്സ് എല്ലാം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തു. ലക്ഷക്കണക്കിന് പാക്കിംഗ് കവേഴ്സ് നമുക്കറിയാം. ഒരു മിനിമം MOQ എന്ന് പറയുന്നത് പലപ്പോഴും ഈ പാക്കിംഗ് കവേഴ്സ് 150 കിലോ 200 കിലോ ഒക്കെയാണ്. എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് പാക്കറ്റ്സ് കിട്ടും. അതിലെല്ലാത്തിലും നിങ്ങൾ ഈ പേര് യൂസ് ചെയ്ത് തുടങ്ങി. നിങ്ങൾ വെബ്സൈറ്റ് ആ പേരിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. SEO അതിൻ്റെ വർക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് പറയുന്നത് പേര് കിട്ടത്തില്ല എന്നുള്ളത്. അപ്പോൾ പെട്ടില്ലേ കഥ. ഇനി എന്ത് ചെയ്യാനായിട്ട് കഴിയും? പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്ത് വലിയൊരു എക്സ്പെൻസ് വന്നു. ഇവിടെ 2000 രൂപ ലാഭിക്കാനായിട്ടാണ് നിങ്ങൾ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വലിയൊരു എക്സ്പെൻസ് വന്നു. ഇതിൻ്റെ ഫോളോ അപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമായി. അപ്പോൾ ഇതാണ് ചെറിയ ഈ കമ്പനി രജിസ്ട്രേഷനൊക്കെ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് സ്വന്തമായിട്ട് അങ്ങ് ചെയ്യാനായിട്ട് നോക്കാം. ആ നെയിം റിസർവേഷൻ ആണെങ്കിലും DSC ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യും. പക്ഷേ ഇവർ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം നഷ്ടപ്പെടുകയാണ്. പിന്നെ ഇൻ കേസ് അവർ സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഇയർലി ഫോളോ അപ്പ് വേണമല്ലോ. നല്ല ടീം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇയർലി എന്തെങ്കിലും, ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിലേ വന്നു കഴിഞ്ഞാൽ, അതായത് ഫയലിങ്ങിന് ഡിലേ വന്നു കഴിഞ്ഞാൽ ഭീമമായിട്ടുള്ള ഫൈനാണ് വരുന്നത്, പെനാൽറ്റിയാണ് വരുന്നത്. കമ്പനി ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള എമൗണ്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ചെറിയ 2000 രൂപയ്ക്കൊക്കെ ലാഭത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എൻ്റർ ചെയ്യും, അവസാനം പെടുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും നിങ്ങൾ കയ്യിൽ പൈസ വെച്ചുകൊണ്ട് മാത്രം ഇറങ്ങുക ബിസിനസ്സിലേക്ക്. കയ്യിൽ പൈസ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്. ബിസിനസ്സിലേക്ക് ഇറങ്ങാം, കയ്യിൽ പൈസ ഇല്ല നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. പക്ഷേ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള ജനങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നം വിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റ് നിങ്ങൾ ഓൾറെഡി സജ്ജമാക്കി വെച്ചിട്ടുണ്ടാവണം. ഈ 2 കേസസ് അല്ലാത്ത കേസസിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പൈസ ലാഭിക്കാനായിട്ട് പലരും ചെയ്യുന്നത് വെബ് ഡെവലപ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളാണ്. സുഹൃത്തുക്കളെ ഏൽപ്പിക്കുക. നമുക്കറിയാം ഇതൊക്കെ റെഗുലറായിട്ട് അപ്ഡേഷൻ വേണ്ടുന്ന ഒരു സാധനമാണ്. വെബ്സൈറ്റ് ഉണ്ടാക്കി ഒരു പ്രാവശ്യം വെച്ചാൽ പോരാ, റെഗുലറായിട്ട് അപ്ഡേഷൻ വേണ്ടുന്നൊരു കാര്യമാണ്. സുഹൃത്തുക്കളെ ഇടയിൽ കൊടുത്തിട്ട് ഒരു പൈസ കൊടുക്കാതെ തന്നെ സുഹൃത്ത് ചെയ്തൊന്നും വരും. പക്ഷേ നമുക്ക് റെഗുലറായിട്ടുള്ള അപ്ഡേഷൻസും മോഡിഫിക്കേഷൻസും അഡീഷൻസ് ഡെലീഷൻസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും വരുത്തേണ്ടതായിട്ട് വരും. ഇതൊക്കെ സുഹൃത്തുക്കൾ ചെയ്തു തരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. പക്ഷേ അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും? ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. അപ്പം എപ്പോഴും ബിസിനസ്സിൻ്റെ അടിത്തറ സ്ട്രോങ് ആക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പണം നിങ്ങൾ ലിക്വിഡായിട്ട് തന്നെ കരുതി വയ്ക്കുക. ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടിയിട്ട് നമുക്ക് എംപ്ലോയീസിന് പൈസ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ചെയ്യരുത്. ഇനീഷ്യലി ഒരു 6 മാസത്തേക്കുള്ള റോളിങ്ങിനുള്ള പൈസയെങ്കിലും നിങ്ങൾ കരുതി വയ്ക്കുക. അത് ലോൺ എടുത്തിട്ടാണെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും പൈസ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടു റൺ എ ബിസിനസ്, സ്പെഷ്യലി ഇൻ നമ്മുടെ നാട്. ഓക്കെ, ഒന്ന്. രണ്ടാമതായിട്ട് നിങ്ങളുടെ ബിസിനസ് മോഡൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വിൽക്കേണ്ടത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പ്രോഡക്റ്റ് രൂപത്തിലല്ല. നമ്മൾ വിൽക്കുന്നത് ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണല്ലോ. ആ പരിഹാരം എന്ന് പറയുന്നത് ഉൽപ്പന്നമല്ല. ആ പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് മോഡലാണ്. റൈറ്റ്? ബിസിനസ് മോഡൽ എന്താണെന്ന് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലേക്ക് കാണില്ല. ഇപ്പോൾ ഫേസ്ബുക്കിനൊരു ബിസിനസ് മോഡലുണ്ട്. അതായത് ഫേസ്ബുക്ക് വിൽക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ മെയിൻ ബിസിനസ് എന്താണ്? നമ്മളതിൽ പോസ്റ്റ് ചെയ്യുന്നു, ജനങ്ങളത് കാണുന്നു. ഇതാണോ ഫേസ്ബുക്കിൻ്റെ ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്? അല്ല. യൂട്യൂബിനൊരു ബിസിനസ് മോഡലുണ്ട്, കൊക്കക്കോളയ്ക്ക് ഒരു ബിസിനസ് മോഡലുണ്ട്, ജിലെറ്റിനൊരു ബിസിനസ് മോഡലുണ്ട്, ഊബറിനൊരു ബിസിനസ് മോഡലുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള സംഭവങ്ങളാണ്. അതായത് കസ്റ്റമർ ജനറേഷൻ മോഡൽ എന്താണ്, റവന്യൂ ജനറേഷൻ മോഡൽ എന്താണ്, വാല്യൂ പ്രപ്പോസിഷൻ ജനറേഷൻ മോഡൽ എന്താണ്, ഇത്തരത്തിലുള്ള കുറേ മോഡൽസ് ഉണ്ട്. ഇതെല്ലാം ചേർന്നാണ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്.
ഈ ബിസിനസ് മോഡൽ ഇല്ലാതാവുമ്പോഴാണ് പലപ്പോഴും നമുക്ക് കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. നമ്മുടെ അതേ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന മറ്റൊരു കോമ്പറ്റീറ്റർ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉൽപ്പന്നം അവരുടെ ഉൽപ്പന്നം, നമ്മുടെ ബിസിനസ് അവരുടെ ബിസിനസ് തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. ഡെഫിനറ്റ്ലി നമ്മുടെ വലിയൊരു കസ്റ്റമർ ബേസ് അങ്ങോട്ടേക്ക് പോകും. നമ്മളെക്കാളും മികച്ച ഉൽപ്പന്നമാണ് അവർ ചെയ്യുന്നതെങ്കിൽ വലിയൊരു വിഭാഗം കസ്റ്റമർ ബേസ് അങ്ങോട്ടേക്ക് പോകും. ഇതിനൊക്കെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ കോമ്പറ്റീഷൻ ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ശക്തമായിട്ടുള്ളൊരു ബിസിനസ് മോഡൽ വേണം. ഇതിനെക്കുറിച്ച് ഞാൻ ഡീപ്പായിട്ട് പറയുന്നില്ല, കാരണം അത് നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് കോഴ്സാണ് ബിസിനസ് മോഡൽ ജനറേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ കോഴ്സിൽ വേണമെങ്കിൽ പങ്കെടുക്കാം. ബിസിനസ് മോഡൽ ജനറേഷൻ വർക്ക്ഷോപ്പ് 2 ദിവസത്തെ ഓൺലൈൻ വർക്ക്ഷോപ്പാണ്. ഞങ്ങളും ഓൺടർപ്രണറായിട്ടുള്ള നിങ്ങളും 1-to-1 മീറ്റിങ്ങിലൂടെയാണ് ഈ ഒരു ട്രെയിനിങ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. 2 ദിവസത്തെ ഓൺലൈൻ ട്രെയിനിങ് ആണ്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, നിങ്ങളൊരു ബിസിനസ് മോഡൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ അസസ്മെൻറ്റ് നമ്മളെടുക്കും. ഒപ്പം തന്നെ ഒരു സൈക്കോമെട്രിക് അസസ്മെൻറ്റ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു സൈക്കോമെട്രിക് അസസ്മെൻറ്റ് നമ്മൾ ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ടാകും. നിങ്ങൾക്ക് ഇതിൻ്റെ അസസ്മെൻറ്റ് ടൂൾ കിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. ഡെഫിനറ്റ്ലി ബിസിനസ്സിനെ അടുത്ത കുറേ കാലത്തേക്ക് നയിക്കാൻ ശക്തിയുള്ള ഒരു ബിസിനസ് മോഡലായിരിക്കും നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അത് ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പങ്കെടുക്കുന്നതിനായിട്ട് trainings.brandism.com എന്ന് പറയുന്ന സൈറ്റിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫീസ് അടച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സൈറ്റിനകത്തും കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, നമ്മൾ സമയം വെച്ചിട്ടുള്ളത് രാത്രി സമയങ്ങളിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 9:30-10:00 ഇന്ത്യൻ ടൈം. കാരണം വിദേശത്തുള്ള ആൾക്കാർക്കും വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമയം കൂടിയാണിത്. മലയാളികളും പലപ്പോഴും ഇന്ന് ഉറങ്ങുന്നത് 1 മണി 2 മണിക്കൊക്കെയാണ്. അതുകൊണ്ട് തന്നെ രാത്രി ഇത് നമുക്ക് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാം. സോ രണ്ടാമത്തേത് ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്യേണ്ടതും ബിസിനസ്സിൻ്റെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടൊരു ഘടകമാണ്. മൂന്നാമത് മൈൻഡ് സെറ്റാണ്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ മനോഭാവം. പലപ്പോഴും ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരൊരു ഭയങ്കര ബിസിനസ്സുകാരനായി. അവർ ഒരു ലോഗോ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അവർ ഐ എം ആൻ ഓൺടർപ്രണർ എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഒന്നും അല്ലാന്ന് മനസ്സിലാക്കുക. കാരണം ഈ കമ്പനി രജിസ്ട്രേഷൻ ആണെങ്കിലും ലോഗോ ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിലും ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ലെവലിൽ ചെയ്യേണ്ട സാധനമാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ബിസിനസ്സുകാരനായി എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. കാരണം ഇതെല്ലാം ഒരു ഐസ്ബർഗിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഏറ്റവും അടിയിലേക്ക് വരുന്ന സമയത്തായിരിക്കും നിങ്ങൾ പ്രതിസന്ധികൾ നേരിടുന്നത്. ആ സമയത്ത് നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ അതിനെ തരണം ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഓൺടർപ്രണറിയൽ കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരു ബിസിനസ് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയവനാണ് എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. കാരണം നമ്മൾ എന്തൊക്കെയോ ആണ് എന്നുള്ളൊരു മനോഭാവം ഒഴിവാക്കുക. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു ജോലിക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട്നെസ് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്. കാരണം ബിസിനസ് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കാം, രാവിലെ 9 മണി മുതൽ 5 മണി വരെ ചെയ്യേണ്ട ഒരു കാര്യമല്ല ബിസിനസ് എന്ന് പറയുന്നത്. നമ്മൾ 24 മണിക്കൂറും അതിലേക്ക് ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ പല ഇഷ്ടങ്ങളും നമ്മൾ അതിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് നമ്മൾ അതിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരാം. ഈവൻ നമ്മൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ പോലും വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും നമ്മുടെ ജീവിതത്തിനെ നയിക്കുന്നത്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം എൻ ഓർഡിനറി എംപ്ലോയി, റൈറ്റ്? ഒരു സാധാരണ ഒരു തൊഴിലാളിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഒരു സംരംഭകൻ്റെ ജീവിതം എന്ന് പറയുന്നത്, ജീവിതശൈലി എന്ന് പറയുന്നത്. അവൻ്റെ ഷെഡ്യൂൾസ് ആണെന്നുണ്ടെങ്കിലും പെട്ടെന്നുള്ള എമർജൻസി വരുന്ന സമയത്ത് അവൻ എടുക്കേണ്ട ആക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും പീസ് ഓഫ് മൈൻഡ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നല്ല ഒരു ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസം നേരിടുന്നതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈവൻ പേഴ്സണൽ ലൈഫിൽ നിങ്ങളുടെ പങ്കാളി ചൂസ് ചെയ്യുന്ന സമയത്തും വളരെ കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യുക. എസ്പെഷ്യലി ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത്. ആൻഡ് ഏതൊരു പ്രതിസന്ധിയിലും മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാക്കുക. ഒരുപക്ഷെ നല്ല ലാഭമുണ്ടാവാം, ആഘോഷിക്കാം. നിങ്ങൾക്ക് ഒട്ടും ലാഭമില്ലാത്ത വളരെ കയ്യിൽ 5 പൈസ പോലും എടുക്കാനില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയെന്ന് വരാം. ആ സമയത്തും ജീവിതം മുന്നോട്ടേക്ക് പോകണം. 2 എക്സ്ട്രീം കേസസ് ഉണ്ട്. ആ 2 എക്സ്ട്രീം കേസസിനെയും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. പ്രതിസന്ധി വരുന്ന സമയത്ത് എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ വളരെ ലോലമായിട്ടുള്ളൊരു മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങളെങ്കിൽ, ഒരു ചെറിയ പ്രതിസന്ധി പോലും നേരിടാൻ കഴിയാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യരുത്. ഡെഫിനറ്റ്ലി ലീഗലായിട്ടുള്ള പല കാര്യങ്ങളും പല കേസുകളും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. ഒരുപക്ഷെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടതായിട്ട് വരാം, നിങ്ങൾ കോടതിയിൽ കയറേണ്ടതായിട്ട് വരാം. ഇതെല്ലാം ബിസിനസ്സിൻ്റെ ഭാഗമാണ്. നിങ്ങൾ തെറ്റാവണമെന്നില്ല. ഒരുപക്ഷെ നിങ്ങളെ പാർട്ട്ണർ ചെയ്യുന്നതോ അല്ലെങ്കിൽ കസ്റ്റമർ നിങ്ങൾക്ക് പേരിൽ കൊടുക്കുന്ന പരാതിയോ എന്തുമായിക്കോട്ടെ, ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു വരാം. കടക്കാർ, ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ കൃത്യമായിട്ട് EMI തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥ നിങ്ങൾ നേരിട്ടു എന്ന് വരാം.
ധനപരമായിട്ടുള്ള കാര്യങ്ങൾ, കൊടുത്ത പണം തിരിച്ചു കിട്ടാത്ത ഒരു അവസ്ഥ വന്നു എന്ന് വരാം. ഇത്തരത്തിലുള്ള ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ പറ്റിച്ചിട്ട് പോയി എന്ന് വരാം. ഇതിനെല്ലാം തരണം ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ പണം ഉണ്ടായിട്ടോ നല്ല ബിസിനസ് മോഡൽ ഉണ്ടായിട്ടോ ഒരു കാര്യമില്ല. നല്ല മൈൻഡ് സെറ്റ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ്. 100 കസ്റ്റമേഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ 100 കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് 100 രീതിയിലായിരിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്ലെക്സ് ചെയ്യാനായിട്ട് കഴിയണം. ദേഷ്യം വന്നു എന്ന് വരാം, ഒരുപക്ഷെ കസ്റ്റമേഴ്സിനോട് വളരെ ഹാർഷായിട്ട് പെരുമാറിയെന്ന് വരാം. റൈറ്റ്, ഇതെല്ലാം നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പഠിക്കണം. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഒളിച്ചോടുകയല്ല വേണ്ടത്, വളരെ സമാധാനത്തോടുകൂടി സോൾവ് ചെയ്യാനായിട്ട് കഴിയണം. അതിന് പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കും വേണം. ഇത് വെറുതെ മോട്ടിവേഷന് വേണ്ടി പറയുന്ന വാചകങ്ങളല്ല, അത് ബിസിനസ് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യമാണല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മൈൻഡ് സെറ്റ് സ്ട്രോങ് ആക്കിക്കൊണ്ട് ഫൈനാൻസ് വളരെ സ്ട്രോങ് ആക്കണം, ബിസിനസ് മോഡൽ വളരെ സ്ട്രോങ് ആക്കണം, ഒപ്പം തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റും വളരെ സ്ട്രോങ് ആക്കണം. ഈ അടിത്തറയിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഓരോ സ്റ്റേജസായിട്ട് നിങ്ങൾ കടന്നു പോകേണ്ടത്. ഈ ബിസിനസ് മോഡൽ നിങ്ങൾ വൺസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഓരോ ഘട്ടങ്ങൾ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ മാറണം എന്നുള്ളത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലായിക്കോളും. നിങ്ങളുടെ പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ളത് ഈസി ആയിട്ട് വൺസ് ബിസിനസ് റൺ ചെയ്ത് ഒരു 3-4 മാസം റൺ ചെയ്യുന്നു, നിങ്ങൾ ഇതിനെ അസസ് ചെയ്യുന്നു, അസസ്മെൻറ്റ് ടൂൾ കിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമല്ലോ, നമ്മൾ അസസ് ചെയ്യുന്നു. അതുവഴി നിങ്ങൾക്ക് മനസ്സിലാവുന്നു എവിടെയാണ് പ്രശ്നം എന്നുള്ളത്, അതിനെ റെക്ടിഫൈ ചെയ്യുന്നു. വീണ്ടും നമ്മൾ ബിസിനസ് റൺ ചെയ്യുന്നു, 1 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളത് അസസ്മെൻറ്റിലേക്ക് വിധേയമാക്കുന്നു, പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിനെ റെക്ടിഫൈ ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല സോൾവ് ചെയ്യേണ്ടത്. പ്രശ്നങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. അത്തരത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് മോഡൽ ക്യാൻവാസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും അതിൻ്റെ അസസ്മെൻറ്റിന് നമ്മൾ വിധേയമാക്കുന്നത്. അപ്പോൾ ഈ ബിസിനസ് മോഡലും ഒപ്പം തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റും ഇത്രയും 3 കാര്യങ്ങൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഫൗണ്ടേഷൻ ആയി കഴിഞ്ഞു. പിന്നീട് നിങ്ങൾക്ക് പതിയെ ബിസിനസ് ചെയ്ത് വളരാനായിട്ട് കഴിയും. പെട്ടെന്ന് ആർക്കും നിങ്ങളെ തകർക്കാനായിട്ട് കഴിയത്തില്ല. ആ ഒരു അഷുറൻസ് എനിക്ക് നൽകാനായിട്ട് കഴിയും ഈ ഒരു 3 കാര്യങ്ങൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കേസ് നിങ്ങളുടെ പേരിൽ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളങ്ങ് തകർന്നു, നിങ്ങളുടെ ബിസിനസ് അങ്ങ് ഇല്ലാതായി അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുത്. സ്ട്രോങ് ആവുക, നമ്മൾ ബിസിനസ്സുകാരല്ലേ നമ്മൾ. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.